ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഭേദമാകുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഡോക്ടർ ചന്ദ്രനെ മെന്റൽ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ അഭിപ്രായം? ദാറ്റ് ഇസ് ബെറ്റർ. വേണ്ട ഡോക്ടർ, ഇവന് ഭ്രാന്താശുപത്രി അയക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്ടിൽ വെച്ച് ഏത് ട്രീറ്റ്മെന്റും ആകാം, എത്ര പണം ചെലവാക്കിയാലും സാരമില്ല. ഇത് ഭ്രാന്താശുപത്രിയിൽ അയക്കേണ്ട കേസാണ്. അവരെ അഡ്മിറ്റ് ചെയ്താലേ പറ്റൂ. രാധേ, കേസിന്റെ സ്വഭാവവും ചികിത്സ നിശ്ചയിക്കേണ്ട ഞാനാണ്. പക്ഷേ ഡോക്ടർ, ഇത് വീട്ടിൽ വെച്ച് ചികിത്സിക്കാൻ പറ്റുമോ? അമീഷ കേസല്ലേ? That I will decide. എങ്കിലും ഡോക്ടർ. Shut up. Excuse me. Excuse me, sir. പ്രാന്താശുപത്രിയിൽ അയച്ച് ചികിത്സിക്കാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിക്കാം. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. സാർ, ആംബുലൻസ് റെഡി. നളിനി, വേറെ വീട്ടിലാക്കിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടു. ചേട്ടാ, ചന്ദ്ര, എണീക്കൂ. ആ, എണീക്കൂ. ഹലോ ഹലോ, രാധ വോണ്ട് ടു ഡൈ. യെസ്, ശേഖർ ഓൺ ദ ലൈൻ, സ്പീക്ക് ഓൺ. എക്സ്ക്യൂസ് മീ, ചന്ദ്രനെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ വളരെ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. ഐ ആം ഹെൽപ്ലെസ്. ഐ സീ. Yes, you are really helpless. നീ ആരോടാണ് സംസാരിച്ചത്? നിന്നോടാണ് ചോദിച്ചത്. നീ ആരോടാണ് സംസാരിച്ചതെന്ന്? ഹലോ, ഐ ആം സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ സതീഷ്. സാർ, നളിനി, കയറി വരൂ, കയറി വരൂ.
ഓഹോ, അങ്ങോട്ട് അടുത്തേക്ക് വരൂ. ദാ കേശവളെ, ഇവളുടെ വായൊന്ന് തുറപ്പിക്കണല്ലോ, എന്താ ഒരു വഴി? സാറേ, ചട്ടകം പഴുപ്പിച്ച് ചെന്യായവും കുരുമുളകും കാന്താരിമുളകും കൂടി അരച്ചതിൽ പെരട്ടി. ഓരോ പെരട്ടും പെരട്ടണ്ട, നേരെ ഒന്ന് കിട്ടിക്കോട്ടെ. എവിടെ അമ്മയെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചേരെ. വിശാലം, നമ്മളെ ഉറക്കിയതുപോലെ ആദ്യം ഇവിടെ ഒന്ന് ഉറക്കിയെടുക്കണം, എന്നിട്ട് എന്ത് വിളിച്ച്. സാറ് കണ്ടോ ഒരു കളി? എന്തായാലും വിശാലത്തിന്റെ സാരി ഇവൾക്ക് യോജിക്കുന്നു. സാറേ, നമുക്ക് ഇവിടെ പോലീസിൽ ചേർത്താൽ ചോറായിരിക്കും. ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ആളുകളെയും ഉറക്കി കിടത്തിയിട്ട് ഇവിടെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും. അവിടെ നോട്ടം കണ്ടില്ലേ? നിന്റെ അമ്മാവൻ എന്തിനാ ഞാൻ വരാൻ ഫോൺ ചെയ്തത്? ദാ അകത്ത് കിടക്കുന്നു കൂട്ടുകാരി. അയ്യോ, ഇതെന്ത് പറ്റി? ഇതുവരെയൊന്നും പറ്റിയില്ല, പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ പറ്റിക്കും. മോളെ, ഇവിടെ ആസ്പത്രിയിൽ വന്നിട്ട് എത്ര കാലമായി? ഈ ഇടയ്ക്കാണ് അമ്മവ ട്രാൻസ്ഫർ ആയി വന്നത്. I see. ഇവിടെ അന്വേഷിച്ച് ആരെങ്കിലും ആശുപത്രിയിൽ വരാറുണ്ടായിരുന്നു? പതിവായി ഒരാൾ കാണാൻ വരാറുണ്ടായിരുന്നു. ആരാണത്? ആളറിഞ്ഞൂടാ, കണ്ടാൽ തിരിച്ചറിയാം. ആളെങ്ങനെ ഇരിക്കും? നല്ല പൊക്കമുള്ള ഒരാൾ, ചുരുണ്ട മുടി, മീശയുണ്ടോ? ചെറിയ മീശയുണ്ടെന്നാണ് ഓർമ്മ. എപ്പോഴാണ് സാധാരണ വരിക? ഡ്യൂട്ടി കഴിഞ്ഞ് പോകാറാവുമ്പോഴാണ് സാധാരണ വരിക. പച്ചപിടിക്കാരനായിരിക്കും സാറേ. കാര്യം എന്താണ് സാർ? ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഗാങ്ങിന്റെ പ്രധാന കണ്ണിയാണ്. ഗുരുത്വത്തിന് അവൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് വീണു. ബാക്കി ഇവളുടെ ആശാക്കന്മാരെ ഞാൻ പെറുക്കി എടുത്തോളാം. ഞാൻ പൊയ്ക്കൊള്ളട്ടെ അമ്മാവ, എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി. നീ ഏതായാലും നടന്നു പോണ്ട. എന്റെ മരുമകളെ ഒന്ന് ആസ്പത്രി വരെ ആക്കണം, അത്രയല്ലേ ഉള്ളൂ. ജീപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ജീപ്പിനകത്ത് ആക്കി തരാം. വിശാലം, എന്തൊരു ചേർച്ച! ആ കുണിങ്ങി കുണിങ്ങിയുള്ള പോക്ക്. അയ്യോ, പച്ചലയും കത്രിയും പോലിരിക്കുന്നു. അല്പം പ്രായ കൂടുതലായെങ്കിലും നമ്മൾ ഒട്ടും മോശമൊന്നുമല്ല. ചേട്ടാ, ഇത് പോലീസ് സ്റ്റേഷനാ. എപ്പോഴാ ഡ്യൂട്ടി? ഇനിയും 1 മണിക്കൂറോടെ ഉണ്ട്. എന്നാ നേരത്തെ പറയാമായിരുന്നില്ലേ? സമയമുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഇത്ര വെപ്രാളപ്പെടാതെ നമുക്ക് സാവധാനത്തിലാകാമായിരുന്നല്ലോ. എന്തോന്ന്? അല്ലല്ല, ഓവർ സ്പീഡൊന്നും കൂടാതെ ആണൊക്കെ അടിച്ച് നമുക്ക് പതുക്കെ വണ്ടിയിൽ വരാമായിരുന്നല്ലോ എന്ന്. അത് ശരി, ഞാൻ വിചാരിച്ചു ഓവർ സ്പീഡുകാരനാണെന്ന്. അയ്യോ, ഞാൻ സ്ലോ ആണെന്നുള്ള കാര്യം ലോക പ്രശ്നമല്ലോ. ആട്ടെ, ഇവിടെ വരുന്നവരെ എന്താ ഒന്നും മിണ്ടാതിരുന്ന്? അത് ഡ്യൂട്ടി. അനന്തരവളെ ആശുപത്രി കൊണ്ടുവന്ന് ആക്കണമെന്ന് കേശവുള്ള പറഞ്ഞു, ഇവിടെ കൊണ്ടുവന്നു ആക്കി. അതിനിടെ പിന്നെ കിന്നാരം പറയണം. കിന്നാരം പറയുന്ന ഇഷ്ടമാണോ? ഇതുവരെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പോ ഒരാളോട് ഇച്ചിരി. നിങ്ങളൊക്കെ വലിയ ആളുകൾ, ഞാൻ വെറും. വരട്ടെ, അത് പ്രേമത്തിന്റെ 3ാം ഘട്ടത്തിൽ പറയാനുള്ള വാചകം. കണ്ടുമുട്ടി, മിണ്ടി, അടുത്ത തവണ. ആൾ വലിയ സരസനാണല്ലോ. സമ്മതിച്ചോ? സമ്മതിച്ചു. അപ്പൊ ഇനി അടുത്ത തവണ കാണാം. ബൈ 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 ബൈ. വെരി സോറി മാഡം, നല്ല വാർത്തയുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഭാഗ്യദോഷിയായി എനിക്ക് നല്ലതൊന്നും സംഭവിക്കാറില്ല. ഈ ഹോട്ടൽ അദ്ദേഹം വിലക്ക് വാങ്ങി. ആര്? മിസ്റ്റർ ശേഖർ. ഇവിടുത്തെ നർത്തകിയായി മാലിന്യ എന്നൊരു സുന്ദരിയെ നിയമിക്കുകയും ചെയ്യും. ഓഹോ, അപ്പോൾ ഞാനിനി എന്ത് ചെയ്യണം? ഇതുവരെയുള്ള ശമ്പളം കണക്കേർത്ത് വാങ്ങി മുറി വിടാനാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ഐ ആം ഹെൽപ്ലെസ്. ഞാൻ നൃത്തം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മാനേജർക്ക് അറിഞ്ഞുകൂടെ? എന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാനല്ല, പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല. എനിക്കെന്റെ മകളെ വളർത്തണം, അവളെ പഠിപ്പിക്കണം. ഏതെങ്കിലും വിധത്തിൽ മാനേജർക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു പുണ്യമായിരിക്കും.
എമിലി, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? മാലിനി എമിലിയേക്കാൾ മികച്ച നർത്തകിയാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ? ഞങ്ങളുടെ രണ്ടുപേരുടെയും നൃത്തം കണ്ട് ജനങ്ങൾ വേണം അഭിപ്രായം പറയാൻ. മാനേജർ, ഞാൻ പൊയ്ക്കൊള്ളാം. പക്ഷേ അതിനു മുൻപ് എന്നോട് മത്സരിച്ച് മാലിനി നൃത്തം ചെയ്യണം. ഞാൻ തോറ്റാൽ ആ ക്ഷണം ഞാൻ പൊയ്ക്കൊള്ളാം. എന്താ? എമിലി പറയുന്നത് തികച്ചും ന്യായമാണ്, ഒരു കലാകാരിയുടെ അവകാശവുമാണ്. പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കാതെ ഞാൻ എങ്ങനെ സമാധാനം പറയും? ചോദിച്ചിട്ട് മതി. ശരി. ആഹാരമെല്ലാം ശരിക്കും കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. പക്ഷെ എന്ത് ചോദിച്ചാലും മറുപടി പറയുന്നില്ല ഡോക്ടർ. ബുദ്ധിമാനം സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ സാവധാനത്തിലെ നോർമലാകും. ചകിരിപ്പ് എങ്ങനെ ഇരിക്കുന്നു? ഈസ് ഇംപ്രൂവിംഗ്. ഗുഡ്. നന്ദി, ഒരു കാര്യം പറയട്ടെ. ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഭേദമാകുമോ ഡോക്ടർ? നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇവർ തന്നെയാണ് അന്ന് ചേട്ടനെ കാണാൻ ആശുപത്രി വന്നത്. എങ്കിൽ ഈ നർത്തകിയും ചന്ദ്രനുമായി തീർച്ചയായും എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. ആട്ടെ, എമിലിയും ചന്ദ്രനുമായി ഒന്ന് കണ്ടുമുട്ടിയാലോ? അത് അത്ര എളുപ്പമാണോ? ഈസി. ഇപ്പൊ നടക്കാൻ പോകുന്ന നൃത്ത മത്സരത്തിന് നമുക്ക് ചന്ദ്രനെ കൂടി കൊണ്ടുപോകാം. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തീർച്ചയായും ഉണ്ട്. എമിലിയെ കാണുമ്പോൾ ചന്ദ്രനിൽ ഉണ്ടാകാവുന്ന ഭാവവ്യത്യാസങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കുറെയെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കേസിന്റെ കണ്ടുപിടുത്തത്തിന് അത് സഹായമായിരിക്കും. എന്ത് പറയുന്നു? ഐ ആം റെഡി. ഗുഡ്. രാധ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നത് നമുക്ക് അപകടം. അവളുടെ കയ്യിൽ നിന്നും രഹസ്യങ്ങൾ ചോർന്നു പോയാൽ നമ്മുടെ പദ്ധതികൾ തകർന്നു പോകും. രാധ ഒരിക്കലും നമ്മളെ ചതിക്കില്ല സാർ. മേ ബി. പക്ഷേ അവളും ഒരു സ്ത്രീയല്ലേ, എത്ര നാൾ പിടിച്ചിരിക്കാൻ കഴിയും? കാസി, യെസ് സാർ. ഒരു കാര്യം ചെയ്യൂ. യെസ് സാർ. ഓക്കേ? Okay, sir. All right, best of luck. ദാമു, സാർ, ഹോട്ടലിന്റെ മുകളിലത്തെ ബാൽക്കണി ഞാൻ ഇന്ന് ഒഴിച്ചിട്ടിരിക്കുകയാണ്. പുറകിലത്തെ വാതിലൂടെ നീ അകത്തു വരണം. എല്ലാവരും നൃത്തത്തിൽ ലയിച്ചിരിക്കും. ആ സമയം നീ എമിലിയുടെ കാലിൽ നിറയൊഴിക്കണം. എന്റെ ഉന്നം എനിക്കൊരിക്കലും പിഴക്കില്ല സാർ. അതെനിക്കറിയാം ദാമു. അവൾ ഇനി ഒരിക്കലും നൃത്തം ചെയ്യാൻ പാടില്ല. കാലം നഷ്ടപ്പെട്ട അവൾ നമ്മുടെ കൺമുമ്പിൽ കിടന്ന് നരകിക്കണം. അപ്പോൾ അവൾ എന്റെ രത്നങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം തുറന്ന് പറയും. സാർ, മിസ്സസ്. നീ പോയിക്കോളൂ. ഹായ് ഡാർലിംഗ്, ഞാൻ റെഡി. മാലിനി, നീ ഇന്ന് വീനസിനെ പോലെ സുന്ദരിയായി. ഇന്ന് നിന്റെ ദിവസമാണ്. എത്ര നാളായി ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. പക്ഷേ ഇന്ന് എന്റെ കാലുകൾക്ക് വേഗത കിട്ടുമോ എന്നാണ് എന്റെ ഭയം. മഠയി, നീ ഭയപ്പെടണ്ട. ഇന്ന് നിന്റെ നൃത്തം കണ്ട് ആളുകൾ അത്ഭുത സ്തബ്ധരായി നോക്കി. ലോകത്തിലെ ഒരു നർത്തകിക്കും നിന്നെ ജയിക്കാൻ സാധിക്കില്ല എന്ന് ഇന്നത്തെ നൃത്തം തെളിയിക്കും. എന്ത് വേണം സ്വാമി? நிஜமா இருக்காடா? ഇവർക്ക് എന്ത് വേണം? பாருங்க, இது வர்ற வழியில எனக்கு கிடைச்சது, கீழே கிடந்து கிடைச்சதுங்க. ചെല്ലത്തിനകത്ത് എന്തോ സ്വാമി? பாருங்க. நமஸ்காரம் சார். എന്ത് വേണം? இது கொஞ்சம் பாருங்க, அவசர பெட்டிஷன். എത്തിയിട്ട് രാത്രി സമയത്തോ?